ഹലോ, കുക്കറിൽ അടിപൊളി നെയ്ച്ചോറ് ഉണ്ടാക്കിയാലോ? കുക്കർ ചൂടാകുമ്പോൾ 3 ടേബിൾ സ്പൂൺ നെയ്യും കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് നല്ലതുപോലെ ചൂടാക്കിയെടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് സ്പൈസസ് ആണ് കുരുമുളക്, പട്ട, ഏലക്ക, ഗ്രാമ്പു, പെരിഞ്ചീരകം ഇത് മൂന്നും ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കണം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അണ്ടിപ്പരിപ്പ് മുന്തിരിയുടെ, പക്ഷേ ഇതിനകത്ത് ഒന്നും നെയ്ച്ചോറിലെയും ബിരിയാണിയിലെയും അണ്ടിപ്പരിപ്പും മുന്തിരിയും ഞാൻ കഴിക്കില്ല കേട്ടോ. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കും. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നത് അടിപൊളിയാട്ടോ. ഇനി ഇതിലേക്ക് സവാള ആട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. ഈ സവാള ഈ ഓയിലും നെയ്യിലും കിടന്ന് നല്ലതുപോലെ മൊരിയണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ബിസ്ത ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ബിസ്ത എന്ന് പറയുന്നത് സവാള പൊരിച്ചിട്ട് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ബിരിയാണീൻ്റെ അത്രയും മൊരിയണ്ട. അത് കാരണമാണ് ഞാൻ ഇതിൻ്റെ അകത്ത് ചേർത്തിട്ട് ഇതിൻ്റെ അകത്തിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്യുന്നത്. അടിപൊളിയാട്ടോ അങ്ങനെ ചെയ്യുന്നത്. ഇത്രയായാൽ മതി. ഇത്രയായി വരുമ്പം ഇതിലേക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ക്യാരറ്റ് മാത്രമാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബീൻസ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പം ഞങ്ങൾക്ക് ക്യാരറ്റ് മാത്രമാണ് ചേർക്കുന്നത് ഇഷ്ടം. അത് കാരണമാണ് ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ ഇഷ്ടം കേട്ടോ ചെറിയ രീതിയിൽ മഞ്ഞ കളറുള്ളത് നെയ്ച്ചോറിൻ്റെ. മഞ്ഞൾപ്പൊടി നല്ലതുപോലെ വഴറ്റി കഴിയുമ്പം ഇതിലേക്ക് നമുക്ക് അരിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഞാൻ വംശി അരിയാട്ടോ ഉപയോഗിക്കുന്നത്. ഈ ഒരു പാത്രം അരിയാണ് ഉപയോഗിക്കുന്നത്. നല്ലതുപോലെ അരി കഴുകി അരിയിലെ വെള്ളമൊക്കെ വാർത്തി കളഞ്ഞിട്ടാട്ടോ ഞാൻ ഉപയോഗിക്കുന്നത്. ഇതിലേക്ക് ഇനി അരി ഇട്ട് കൊടുക്കാം. അരിയിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ. ഈ അരിയെല്ലാം ഞാൻ ഇടുന്നുണ്ട്. എല്ലാ അരി ഇട്ടിട്ട് നല്ലതുപോലെ ഇളക്കി ആ ഒരു കളറും മഞ്ഞൾപ്പൊടിയുടെ കളറും ആ ഒരു സവാളയും എല്ലാം അരിയിലേക്ക് എത്തുന്ന രീതിയിൽ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. അത്യാവശ്യം നല്ലതുപോലെ ഇളക്കണം കേട്ടോ. ഈ ഒരു കളറ് കണ്ടില്ലേ പിടിക്കുന്നത് വരെ നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് സാദാ വെള്ളം കേട്ടോ, ഞാൻ ചൂടുവെള്ളമല്ല ഉപയോഗിക്കുന്നത്, സാദാ വെള്ളം. 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇനി ഇതിൻ്റെ അകത്തേക്ക് ചേർക്കേണ്ടത് പാകത്തിനുള്ള ഉപ്പാണ്. ഉപ്പ് പാകത്തിന് ചേർക്കുക. ഉപ്പ് എപ്പോഴും വെള്ളത്തിനെക്കാട്ടി കുറച്ച് കൂടി നിൽക്കുന്നതാണ് നല്ലത്. അങ്ങനെ ചെയ്താൽ മാത്രമേ ഉപ്പ് കറക്റ്റ് ആവുള്ളൂ. ഇനി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയിലയും പുതിനയും ചേർക്കണം. കുക്കർ അടച്ച് വെക്കണം. തിള വരാനൊന്നും നിൽക്കണ്ട. കുക്കർ അടച്ച് വെച്ച് ഒരൊറ്റ വിസിൽ വന്നാൽ മതി. വംശേരിയാണ്, അധികം വെള്ളമൊന്നും പിടിക്കത്തില്ല. നല്ല അടിപൊളിയായിട്ട് കുക്കായിട്ട് വരും. ഒരൊറ്റ വിസിൽ തന്നെ മതി. ചിലർ 2 വിസിലടിക്കും. അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഒറ്റ വിസിൽ മതി. ഇതിപ്പം നല്ല പുക വരുന്നതുകൊണ്ടാണ് ഇതിനകത്ത് കാണാൻ പറ്റാത്തത്. ഇതുപോലെ അടിപൊളിയായിട്ടിരിക്കും കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. നല്ല ചോറും ചിക്കൻ കറിയും പരിപ്പറിയും പപ്പടവും ഒക്കെ ആയിട്ട് കഴിക്കാനും അടിപൊളിയാട്ടോ.